ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 1736. ഇന്ന് ഒക്ടോബർ മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 275-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ 10-ാം മാസത്തിന്റെ ആദ്യ ദിനം. മാതാപിതാക്കളോ മക്കളോ ഒരുമിച്ച് ഓർക്കാതെ പോകുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു വലിയ ദാനമാണ്. ഇങ്ങനെ ജനിച്ചതും വളരുന്നതും വളർത്തുന്നതും എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ജീവൻ നൽകുന്നതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പമുള്ള മനുഷ്യർക്കൊക്കെ ജീവിതം നൽകുക എന്നത്. ഒപ്പമുള്ള മനുഷ്യരുടെ ജീവിതത്തെ വിലമതിക്കുക, പരിഗണിക്കുക എന്നത്. ജന്മം നൽകിയതിന്റെ പേരില് ആരും ഒരിക്കലും രക്ഷിതാക്കളാവുന്നില്ല. സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് രക്ഷിതാവ് എന്ന പേരിന് ശരിക്കും അവകാശമുണ്ട്. വളർത്തിയില്ലെങ്കിലും വളരാനായിട്ട് അവരെ അനുവദിക്കുകയെങ്കിലും വേണ്ടെന്നാണ് ചില നേരങ്ങളിലൊക്കെ രക്ഷിതാക്കളോട് അറിയാതെ ചോദിച്ചു പോകേണ്ടി വരിക. മക്കളും എന്തുകൊണ്ടാണ് വളരാൻ കിട്ടിയ ഇടത്തെയും വളർത്തിയവരെയും വല്ലാതെ വിട്ടുകളയുന്നത്? പോരാന്നാണ്, ഇതൊന്നും പോരെന്നാണ് അവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു പരസ്പര തിരിച്ചറിവോ ആദരവോ കൃതജ്ഞതയോ തീരെയില്ലാതെ പോകുന്നു. വളർച്ചയുടെ സ്വാഭാവിക സാധ്യതകളും സാഹചര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് അറിയുകയാണ് ഇരുകൂട്ടരും ആദ്യം ചെയ്യേണ്ടത്. ജന്മം നൽകുന്നവരുടെയും വളർത്തുന്നവരുടെയും ഒക്കെ ഉത്തരവാദിത്തം എന്താണ്? വളർച്ചയുടെ സ്വാഭാവിക സാധ്യതകളെയും സാഹചര്യങ്ങളെയും ഒക്കെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതറിയാത്തവര് കിളിയെ കൂട്ടിലടച്ച് വയറു നിറയെ ഭക്ഷണം നൽകിയതിന്റെ പേരില് തങ്ങൾ മികച്ച പരിപാലകരാണ് എന്ന് അഭിമാനിക്കും. ഓരോന്നും വളരേണ്ട ഇടമുണ്ട് കേട്ടോ. അവിടെ മാത്രമേ അവയ്ക്ക് സ്വാഭാവികമായും വളരാനാവൂ. ഉദാഹരണം പറഞ്ഞാൽ, മീനുകൾ വെള്ളത്തിലും വാനരൻ മരത്തിലും വളരും. മൃഗങ്ങൾ വളരേണ്ടത് ശരിക്കും കാട്ടിലല്ലേ, മൃഗശാലയിലാണ് എന്ന് ആരൊക്കെയോ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് ആ മൃഗങ്ങൾ വെറും പ്രദർശന വസ്തുക്കളായി മാറുന്നത്. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിൽ ക്രിസ്തുവേശുവിനെ കുറിച്ച് ചുറ്റിലുമുണ്ടായിരുന്ന സമൂഹം നൽകുന്ന നല്ലൊരു സാക്ഷ്യപത്രമുണ്ട്. അവൻ സകലതും ഏറ്റവും നന്നായി നിർവഹിക്കുന്നു. അത്തരമൊരു സാക്ഷ്യപത്രത്തിന് നമ്മളും എന്നാണ് അവകാശികളായി മാറുക? ചെയ്യേണ്ടതൊക്കെ ഏറ്റവും നന്നായി, ആത്മസമർപ്പണത്തോടെ, ത്യാഗമനസ്സോടുകൂടി, വലിയ ഫലേച്ഛ കൂടാതെ, വിനയപൂർവ്വം, കൃതജ്ഞതയോടെ എന്നാണ് നിർവഹിക്കുക. ആമേൻ.